ജൂനിയർ വിഭാഗം ഇംഗ്ലീഷ് സ്പീച്ച് മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ സ്വലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദത്തെ മാധുര്യത്തിൻ്റെ ഹൃദയത്തിലൂടെ ശ്രവിക്കുന്ന മുത്തലീം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സത്യാനന്തര യുഗത്തിലെ പ്രബോധന ദൗത്യം എന്ന പ്രമേയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിഗംഭീരമായ പ്രൗഢമായ വേദിയിലാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് നല്ലതുപോലെ പറയാനും നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാം ശാന്തിയുടെ മതം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്കറിയാം, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. ഇസ്ലാം ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും മതമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഇൻദല്ലാഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന മതം ഇസ്ലാമാണ്. നാം എല്ലാം ആ ഇസ്ലാം മതത്തിലാണ് ഇന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ അവരെയും നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മനുഷ്യത്വം മരവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇസ്ലാം മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സ്നേഹവും ഐക്യവും അനുകമ്പയും നിലനിർത്തുക എന്നുള്ളതാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മേവരെയും മനുഷ്യത്വം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തം സഹോദരൻ വിശന്നിരിക്കുമ്പോൾ താനൊന്ന് തിന്നുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ആ ഇസ്ലാം മതത്തിൻ്റെ ഗൗരവവും ഗാംഭീര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട്, സ്നേഹവും ഐക്യവും ഇല്ലാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ആരെങ്കിലും ഒരു വ്യക്തിയെ കൊന്നാൽ അവൻ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തിയെയും കൊന്നവനാണ് എന്ന് ഇസ്ലാം കർശനമായി പറയുമ്പോൾ ഇന്ന് മനുഷ്യത്വം മരവിച്ചവരായി ജീവിക്കുന്ന പലരെയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇസ്ലാം നേരെ തിരിച്ച് നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ ഐക്യത്തോടെ മുന്നേറുക എന്ന് പറയുമ്പോൾ ആ ഇസ്ലാമിൻ്റെ ഗാംഭീര്യം നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അവസാനമായി ഞാൻ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം 4 കാര്യത്തിന്റെ മേൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഒന്ന് തൗഹീദ്, ഒന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മ മാതൃകയാക്കാൻ വേണ്ടി പറഞ്ഞ സുന്നത്തുകളും മറ്റും മുറുകെ പിടിക്കുക. മൂന്നാമത്തേത് സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൂടി മുന്നേറുക. നാലാമത്തത് അറിവ് നേടുക. അറിവിന് വേണ്ടി നാം ചൈനയിലാണെങ്കിൽ പോലും പോയി ഇൽമ് തേടണമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല ഈ 4 കാര്യവും നമ്മിൽ വളർത്തിയെടുക്കാനും നാം മരണം വരെ അത് കൊണ്ടു നടക്കാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിഷയം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി പിക്ക് ആൻഡ് ടോക്ക്